പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിമഹത്തമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിനത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. കർത്താവിൽ ആശ്രയിക്കാം. പ്രത്യാശയോടും ധൈര്യത്തോടും കൂടി ഈ ദിനം നമുക്ക് ആരംഭിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു വേദഭാഗമാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, കർത്താവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പ്രിയമുള്ളവരെ, പ്രത്യാശയോടും ധൈര്യത്തോടും ആ വാക്യത്തെ നമ്മുടേതാക്കി നമ്മുടെ ജീവിതമാക്കി മാറ്റി ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി മാറ്റി നോക്കിയാട്ടെ. ഞാൻ എന്റെ കർത്താവിൽ വിശ്വസിക്കുന്നു, തിരുവെഴുത്ത് പറയുന്നു ജീവജലത്തിന്റെ നദി എന്നിൽ നിന്ന് ഒഴുകുമെന്ന്. അങ്ങനെയൊന്ന് തിരുത്തി പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മളിൽ നിന്ന് ജീവന്റെ നദികൾ ഒഴുകുന്നവരായി തീരുവാൻ നാം നിമിത്തം അനേകർക്ക് ആശ്വാസം പ്രാപിക്കത്തക്ക രീതിയിൽ, അനേകർ തൃപ്തി പ്രാപിക്കത്തക്ക രീതിയിൽ, അനേകർക്ക് തണുപ്പേകത്തക്ക രീതിയിൽ കർത്താവിന്റെ വചനം നാം പറയുന്നത് പോലെ നമ്മളിൽ നിന്ന് നദികൾ പുറപ്പെടട്ടെ. ഈ നദികൾ ആശ്വാസത്തിന്റെയും സൗഖ്യത്തിന്റെയും സമൃദ്ധിയുടെയും നദികളായി നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അതിനായി ഒരുക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.